പാസ്റ്റർ തോമസ് ഏബ്രഹാമാണ് ഇന്ന് ഹാർവെസ്റ്റ് ടീയുമായിട്ട് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നതായ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ നാഷണൽ കോൺഫറൻസ് ഹ്യൂസ്റ്റണിലാണ് നടക്കുന്നത്. അതിൻ്റെ നാഷണൽ കൺവീനറാണ്. ഇത് 2ാം തവണയാണ് ഹ്യൂസ്റ്റണിൽ വെച്ച് നടക്കുന്നതും. കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 നാഷണൽ കൺവീനറായിരുന്നു കർത്താവിൻ്റെ ദാസൻ. എന്തെല്ലാം ക്രമീകരണങ്ങളാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്? പാസ്റ്റർ അതേക്കുറിച്ച് അല്പം ഒന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ 2 വർഷം മുമ്പാണ് നമ്മൾ കോൺഫറൻസ് ഇവിടെ നടത്താനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ നിരന്തരമായ ഒരുമിച്ചുള്ള പരിശ്രമമാണ് നാഷണൽ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എല്ലാവരുടെയും വളരെ നല്ല സഹകരണം നമുക്ക് ഈ കോൺഫറൻസിൽ ലഭിച്ചു എന്നുള്ളതാണ് ഈ കോൺഫറൻസിൻ്റെ ഒരു പ്രത്യേകത. ഈ കോൺഫറൻസിനെ കുറിച്ച് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒരു കൂട്ടായ യജ്ഞത്തിൻ്റെ ആകത്തുകയാണ് ഈ കോൺഫറൻസ്. ലോക്കൽ തലത്തിൽ മാത്രമല്ല നാഷണൽ തലത്തിലും അനേകർ ഇതിൻ്റെ പുറകിൽ അധ്വാനം ചെയ്തിട്ടുണ്ട്. അല്പമായിട്ട് നാഷണൽ എക്സിക്യൂട്ടീവ്സിനെ കുറിച്ചും ലോക്കൽ കൺവീനറെ കുറിച്ചും അവരുടെ പേരുകൾ ദയവായി എന്ന് പറഞ്ഞാൽ. നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീമിനെയാണ് നമുക്ക് ഈ വർഷം ദൈവം തന്നെ തിരഞ്ഞെടുത്ത് നമുക്ക് തന്നത് തന്നെയാണ്. നമ്മുടെ നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്നത് ബ്രദർ ജോമോൻ ഗീവർഗീസ്. അദ്ദേഹം കുടുംബവും കഴിഞ്ഞ 1 വർഷമായി വളരെ ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നാഷണൽ ട്രഷറായിട്ട് നമുക്ക് പാസ്റ്റർ മാത്യു തോമസ് അരിസോണ, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ്റ് കൺവീനർ ആയിരിക്കുന്നത് പാസ്റ്റർ റോയ് തോമസ് ഡാളസാണ്. അതുപോലെ നമ്മുടെ ജനറൽ കോർഡിനേറ്റർ പാസ്റ്റർ തോമസ് വർഗീസ് ഡാളസ്, നമ്മുടെ ജനറൽ അഡ്വൈസർ പാസ്റ്റർ ക്യാപ്റ്റൻ സ്റ്റാൻലി ജോർജ് ഫ്രം ന്യൂയോർക്ക്. ഇത്രയും പേരാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാഷണലിലുള്ളത്. പിന്നെ നമുക്ക് എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും പൊതുവെ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ്സ് അവരാൽ കഴിയാവുന്നത് അവരുടെ സിറ്റികളിൽ, അവരുടെ സഭകളിൽ അവർ ചെയ്തു. അതിൻ്റെ എല്ലാം റിസൾട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മുടെ ലോക്കൽ കൺവീനർ പാസ്റ്റർ ബെദേൽ ഷാമുവൽ എബനേസർ അസംബ്ലിയുടെ പാസ്റ്ററാണ്. അതുപോലെ നമ്മുടെ ലോക്കൽ കോർഡിനേറ്റർ ബ്രദർ ജോൺ ലൂക്കോസ്, അതുപോലെ തന്നെ ഈവൻറ്റ് കോർഡിനേറ്റർ ബ്രദർ സജിമോൻ ജോർജ്, ലോക്കൽ സെക്രട്ടറി ബ്രദർ ജോർജ് മാത്യു ആൻഡ് ലോക്കൽ ട്രഷറർ ബ്രദർ ജോഷുവ അലക്സാണ്ടർ, അതുപോലെ തന്നെ ലോക്കൽ യൂത്ത് ഇംഗ്ലീഷ് സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ബ്രദർ ഡോക്ടർ ഡെനി തോമസ് ആൻഡ് തബിത തോമസ്, ലോക്കൽ ലേഡി കോർഡിനേറ്റർ സിസ്റ്റർ മേരി തോമസ്, നമ്മുടെ നാഷണൽ ലേഡീസ് കോർഡിനേറ്റർ സൂസൻ ജേക്കബ് കാനഡയിൽ നിന്നാണ്. വളരെ ആത്മാർത്ഥമായി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നടക്കുന്നതായ പ്രത്യേകമായ ലേഡീസ് മീറ്റിങ്ങിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും കർത്താവിൻ്റെ ദാസി മനോഹരമായി ചെയ്യുവാനിടയായി തീർന്നു. അതുപോലെ നമ്മുടെ ഇംഗ്ലീഷ് സെഷൻ്റെ നാഷണൽ കോർഡിനേറ്റർ പാസ്റ്റർ ലെവി ചെറിയാൻ ഫ്രം ന്യൂയോർക്കാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഇംഗ്ലീഷ് സെഷൻ അത് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ എല്ലാം വളരെ ഭംഗിയായി ചെയ്തു തീർക്കുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിന് മഹത്വം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെയധികം അനുഭവ പരിചയമുള്ളവരും അതുപോലെ ഇതുപോലുള്ള കോൺഫറൻസൊക്കെ നടത്തി പരിചയസമ്പന്നരുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകളാണ് പാസ്റ്ററോടുകൂടി ഈ സമയത്ത് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിശേഷാൽ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ലോക്കൽ തലത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഇന്ത്യയിലൊക്കെ വരുന്ന ആളുകളെ പിക്ക് ചെയ്യുവാനും അവരെ സഹായിക്കുവാനുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ദയവായി. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർ ഏത് സമയത്താണ് അവർ വരുന്നത്, ഏത് ഫ്ലൈറ്റിനാണ് അവർ വരുന്നത്, ഏത് എയർപോർട്ടിലാണ് വരുന്നത്, ഏത് ദിവസമാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക്കായി മനോഹരമായ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അതിൻ്റെ ഭാരവാഹികൾ ബ്രദർ വിനോദ് സ്കറിയാണ്. അദ്ദേഹം ഈ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാവരെയും നേരിട്ട് വിളിച്ച് അവരുടെ ടൈം ഒന്നുകൂടെ മേക്ക് ഷുവർ ആക്കി അതിന് വേണ്ടതായ വാഹനങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്.
പ്രത്യേകിച്ച് IIHൽ നിന്നും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഹോബി എയർപോർട്ടിൽ നിന്നും അതാത് സമയങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വന്നു ചേരുന്ന സമയം അനുസരിച്ച് അവരധികം കഷ്ടപ്പെടാതെ അവരധികം നിന്ന് മുഷിയാതെ കൃത്യസമയത്ത് തന്നെ അവരെ പിക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എല്ലാം നമ്മൾ വളരെ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതിൽ സന്തോഷമുണ്ട്. വിനോദ്, എനിക്ക് നേരിട്ടറിയാം, ലെമസീൻ സർവീസൊക്കെ ഉള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്. നിങ്ങളെ വളരെ രാജകീയമായിട്ടായിരിക്കും ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുവരുന്നത്. അത് വളരെ മനോഹരമായ കാര്യമാണ്. ലേഡീസ് മീറ്റിങ്ങിനെ കുറിച്ച്, എല്ലാ മീറ്റിങ്ങിൻ്റെയും അവിഭാജ്യ ഘടകമാണല്ലോ ലേഡീസ് മീറ്റിംഗ്. ആ ലേഡീസ് മീറ്റിങ്ങിൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ചും അതേക്കുറിച്ചും അല്പമായിട്ടൊന്ന് വിവരിക്കാം. ലേഡീസ് നാഷണൽ കോർഡിനേറ്റർ സിസ്റ്റർ സൂസൻ ജെയ്ക്കോ ഫ്രം കാനഡ, അതുപോലെ ലോക്കൽ കോർഡിനേറ്റർ സിസ്റ്റർ മേരി തോമസ്, ഇവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായ നിലയിൽ നമ്മുടെ ലേഡീസ് മീറ്റിംഗ് നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ് നമുക്ക് ഈ വർഷം ദൈവവചനം ശുശ്രൂഷിപ്പാൻ വരുന്നത്. സിസ്റ്റർ ഡോക്ടർ ആഷ്ലി പ്രത്യാശ്, ഷീസ് ഫ്രം ഫ്ലോറിഡ. അതുപോലെ തന്നെ ആ മീറ്റിങ്ങിൽ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകളെ എങ്ങനെ ദൈവഭക്തിയിൽ വളർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് മനോഹരമായ ഒരു 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 പ്രസൻറ്റേഷനും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. ആ കാര്യം കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മീറ്റിങ്ങിൻ്റെ എല്ലാം അവിഭാജ്യ ഘടകവും അതുപോലെ വിജയത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്ന യുവജനങ്ങളാണ്, യുവജന മീറ്റിങ്ങുകളാണ്. യുവജനങ്ങളുടെ പങ്കാളിത്തമാണ് നമ്മുടെ കോൺഫറൻസുകളുടെ വിജയം. ഈ കോൺഫറൻസിലും എത്രമാത്രം യുവജനങ്ങൾക്ക് പങ്കാളിത്തമുണ്ട്, അവരുടെ മീറ്റിങ്ങുകളെക്കുറിച്ചും അതിൻ്റെ കോർഡിനേറ്റേഴ്സിനെ കുറിച്ചും ഒന്ന് ദയവായി പറയാം. നമ്മുടെ ഇംഗ്ലീഷ് സെഷന് യൂത്ത് കോർഡിനേറ്റർ എന്നുള്ള യൂത്ത് എന്നുള്ള പദം നമ്മൾ മാറ്റി, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സെഷനാണ്. ഇംഗ്ലീഷ് സെഷൻ്റെ നാഷണൽ കോർഡിനേറ്റർ പാസ്റ്റർ രവി ചെറിയാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനാണ്. ചെറുപ്പക്കാരെ കൂട്ടിച്ചേർക്കുവാനും അവരെ ഒരുമിപ്പിക്കുവാനും അവരെ കൊണ്ട് ഈ ശുശ്രൂഷ ഭംഗിയായി നടത്തുവാനും താൻ പ്രാപ്തനാണ്. അതുപോലെ തന്നെ ലോക്കൽ കോർഡിനേറ്റർ ഡോക്ടർ ഡെന്നി തോമസ് ആൻഡ് തബിത തോമസ്, അവരും വളരെ മനോഹരമായ നിലയിൽ കഴിഞ്ഞ ഒരു വർഷമായി ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ആ ഇംഗ്ലീഷ് സെഷന് ശുശ്രൂഷിക്കാൻ വരുന്ന ദൈവദാസന്മാർ, ഒന്ന് കിപ്ലിൻ ബാച്ചുലർ ഫ്രം ഡാളസ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ധാരാളം കുഞ്ഞുങ്ങൾ രജിസ്റ്റർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. മറ്റൊരു അരോൾ അൽഫോൻസയാണ്. അദ്ദേഹം ഡെൻവറിൽ നിന്നും നമ്മുടെ മധ്യത്തിൽ വന്നിയായിരുന്നു. മറ്റൊരാൾ ഡോക്ടർ സണ്ണി പ്രസാദാണ് ഫ്രം ന്യൂയോർക്ക്. കഴിഞ്ഞ വർഷം നമ്മുടെ നടുവിൽ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം അദ്ദേഹത്തെയും കൂടെ ക്ഷണിക്കാൻ ഞങ്ങൾ തയ്യാറായത്. കാരണം യുവജനങ്ങളുടെ താല്പര്യം അദ്ദേഹം ഉണ്ടായിരിക്കണം എന്ന് ധാരാളം യുവജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ്. മാത്രമല്ല ഈ വർഷം നമുക്ക് രജിസ്ട്രേഷൻ മാത്രം തന്നെ യുവജനങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്യാനിടയായിത്തീർന്നു. മാത്രമല്ല ഹൂസ്റ്റൺ സിറ്റിയിലുള്ള മിക്കവാറും എല്ലാ സഭകളിൽ നിന്നുള്ള ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്യാനിടയായിത്തീർന്നു. അതും ഈ സെഷൻ്റെ അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും മറ്റൊരു കാരണം കൂടാണ്. ലോകപ്രസിദ്ധരായ പ്രഭാഷകന്മാരാണ് ഈ കോൺഫറൻസുകളിൽ ദൈവവചനം സംസാരിക്കുവാനായി കടന്നു വരുന്നത്. അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് ആളുകൾ കാതോർത്തിരിക്കുകയാണ്. അവരെക്കുറിച്ച് ഏതൊക്കെ പ്രഭാഷകന്മാരാണ്, ഏതൊക്കെ പ്രാസംഗികരാണ് കടന്നു വരുന്നതെന്ന് ദയവായി. പ്രത്യേകിച്ച് മലയാള സെഷനിൽ നമ്മൾ ഈ തലമുറയിൽ ദൈവം അതിശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജോ തോമസ് ആണ്. അദ്ദേഹം കഴിഞ്ഞ പീസിനാക്കിൽ ഉണ്ടായിരുന്നു. മറ്റ് പല മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ജനത്തിന് വളരെ താല്പര്യമാണ്. വളരെ ആവേശത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജിന് വേണ്ടി ജനം കാത്തിരിക്കുന്നത്. പലരും ജോ തോമസ് വരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങൾ വരും എന്നുള്ള ഒരു രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ആളുകൾ പ്രതികരിക്കാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ പാസ്റ്റർ സണ്ണി പ്രസാദ്, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, ഒന്ന് മലയാളം ഡിസ്ട്രിക്ട് അസംബ്ലീസ് ബോർഡിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന പാസ്റ്റർ TJ ഷൗമേൽ, ഡോക്ടർ TJ ഷൗമേൽ, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സൂപ്രണ്ടായിരിക്കുന്ന തോമസ് ഫിലിപ്പ്, ഈ പ്രിയപ്പെട്ടവരും നമ്മുടെ
മീറ്റിങ്ങുകളിൽ ശക്തമായി ദൈവത്തിനെ ശുശ്രൂഷിപ്പാൻ വന്നെത്തുന്നു. 2019 പാസ്റ്റർ നടത്തിയതായ ഈ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കോൺഫറൻസിൽ ഈ ലോക്കൽ തലത്തിൽ വളരെയധികം പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ പ്രാവശ്യവും ലോക്കലിലുള്ള ഏതാണ്ട് 2000-ഓളം പെന്തക്കോസ് കുടുംബങ്ങൾ ഇവിടെ ഹ്യൂസ്റ്റൺ പട്ടണത്തിലുണ്ട്. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ പാസ്റ്റർക്ക് ആഗ്രഹമുണ്ടെന്നറിയാം. അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ച് പാസ്റ്റർ അല്പം ഒന്ന് സംസാരിക്കും. ഈ പട്ടണത്തിലുള്ള എല്ലാ പെന്തക്കോസ്ത് സഭകളും ഒരുമിച്ചുള്ളൊരു കോൺഫറൻസാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഈ വർഷം നമുക്കിവിടെ കോൺഫറൻസ് ഇതിൽ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഈ കോൺഫറൻസിൽ എല്ലാവർക്കും താല്പര്യമായതുകൊണ്ടും എല്ലാ സഭകളും ആത്മാർത്ഥമായി ഇതിനെ സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ എല്ലാ സഭകളിലും ഞങ്ങൾ ഞായറാഴ്ച കടന്നുപോയി, കഴിഞ്ഞ 2 ഞായറാഴ്ചയായിട്ട് കടന്നുപോയി എല്ലാ സഭയിലുള്ള ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഈ കോൺഫറൻസിലേക്ക് ഞങ്ങൾ വ്യക്തിപരമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ വ്യാഴം, വെള്ളി, ശനി എന്ന മീറ്റിങ്ങുകൾ ക്യാൻസൽ ചെയ്ത് നമ്മോടൊരുമിച്ച് വരുമെന്ന വാക്ക് തന്നിട്ടുണ്ട്. ഒരു സഭ ഞായറാഴ്ചയും അവരുടെ സഭായോഗം ക്യാൻസൽ ചെയ്ത് ഞങ്ങളോട് ആരാധിപ്പാൻ അവർ തയ്യാറായിട്ടുണ്ട്. അതുമാത്രമല്ല, കാതലിക്സായ ചിലർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മാർത്തോമ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികൾ, CSI, ഓർത്തഡോക്സ്, ബ്രദറൻ സഭകളിൽ നിന്നുള്ളവർ ഒക്കെ ഈ മീറ്റിങ്ങിൽ കടന്നു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരിൽ ചിലരൊക്കെ രജിസ്റ്ററും ചെയ്തിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. എന്തുകൊണ്ടും വളരെ അവിസ്മരണീയവും വളരെയധികം ആത്മീകമായ പ്രചോദനവും നൽകുന്ന ഒരു കോൺഫറൻസാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ ഹ്യൂസ്റ്റണിൽ അരങ്ങേറുന്നത്. അതിലേക്ക് എല്ലാവരെയും കർത്താവിന്റെ ദാസൻ സ്വാഗതം ചെയ്യുകയാണ്. മീറ്റിങ്ങുകളിലേക്ക് എല്ലാവരും കടന്നു വരികയും നേരത്തെ തന്നെ കടന്നു വന്ന് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പാസ് കൂടാതെ ഇവിടെ ലോക്കലിലുള്ള ആളുകൾക്ക് വരാൻ പറ്റുമോ, അതോ അവർക്ക് രജിസ്റ്റർ ചെയ്യണോ? ലോക്കലിലുള്ള എല്ലാ സഭകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക്, ഹൂസ്റ്റണിലുള്ള പ്രിയപ്പെട്ടവർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, അവർക്ക് പാസിൻ്റെ ആവശ്യമില്ല, അഡ്മിഷൻ ഫ്രീ ആണ് എന്ന കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കോൺഫറൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ചാരി മീറ്റിങ്ങുകൾ അത് നടക്കുന്നുണ്ട്. വളരെ പ്രഗത്ഭനായ ഒരു അഭിഷിക്തനാണ് പാസ്റ്റർ ദിലീപ് ത്യാഗരാജ്. അദ്ദേഹമാണ് 3 ദിവസവും ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം ആളുകൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷിക്തനെയാണ് നമുക്ക് ഈ പ്രാവശ്യം ദൈവം നമുക്ക് നൽകി തന്നത്. അതുപോലെ തന്നെ ഈ കോൺഫറൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, 24 മണിക്കൂറും പ്രാർത്ഥനാ റൂം ഉണ്ടായിരിക്കും. ആ പ്രാർത്ഥനാ റൂമിൽ കടന്നു വരുന്നവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ആത്മീയമായ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്ന വിഷയങ്ങൾ വ്യക്തിപരമായി പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് സംസാരിക്കാനും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും 4 വളരെ സീനിയറായിരിക്കുന്ന, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കുന്ന, അഭിഷക്തരായിരിക്കുന്ന ദൈവദാസന്മാരും അവരുടെ കുടുംബവും, ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, അങ്ങനെ 4 പേരെ അതിനുവേണ്ടി അസൈൻ ചെയ്തിട്ടുണ്ട്. അവരെപ്പോഴും അവിടെ അവൈലബിൾ ആണ്, മീറ്റിംഗ് ഇല്ലാത്ത സമയത്ത് നോക്കി. മറ്റൊരു കാര്യം, എല്ലാ ദിവസവും 5 മണിക്ക് സഹോദരിമാർ ഒരുമിച്ച് 5 മുതൽ 6 വരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉള്ള ക്രമീകരണവും രാവിലെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷാ ഭാഷണം അടയാളത്തോടുകൂടിയുള്ള ആത്മസ്നാനവും എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു കോൺഫറൻസാണ് ഈ കോൺഫറൻസ് എന്ന് കേട്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രവുമല്ല, ദൈവകൃപ വരപ്രാപ്തരായ, രോഗസൗഖ്യം പ്രാർത്ഥനയിലൂടെ നൽകുന്നതായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന കർത്തദാസന്മാരാണല്ലോ ഇത് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ആദിമ ശതകത്തിലെ പോലെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികളും ഈ കോൺഫറൻസ് നടക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം നേതൃത്വം കൊടുക്കുന്ന ഈ കോൺഫറൻസ് എന്തുകൊണ്ടും വിജയം ആയി തീരും, ആത്മീകമായ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കും. അതിനുവേണ്ടി എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.